ഇതിൻ്റെ ഒരു ഇത് നോക്കാം. ഇദ്ദേഹം ഡോക്കിൻസിനെ ആക്രമിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം, ഡോക്കിൻസ് ഡിസൈനർ ഉണ്ടെങ്കിൽ ഹൂ ഡിസൈൻ ദ ഡിസൈനർ എന്ന് ഡോക്കിൻസ് ചോദിച്ചു എന്നാണ്. ഡോക്കിൻസ് മാത്രമല്ല, ആരാലും ചോദിച്ചു. അത് ഒരു സ്വാഭാവിക കാര്യം. നിങ്ങളൊരെല്ലാം ഡിസൈൻ ചെയ്ത ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അയാൾ ആരാ ഡിസൈൻ ചെയ്ത് നമ്മൾ ചോദിച്ചു പോകും. അപ്പോൾ വില്യം ക്രേഗ് പറയുന്നത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ ആ എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ എക്സ്പ്ലനേഷൻ, ദെൻ ദർ ഇസ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ എക്സ്പ്ലനേഷൻ എന്നാണ് അദ്ദേഹം. അങ്ങനെ മരിക്കുന്ന ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ തൃപ്തിയായിക്കണം, പിന്നെ ചോദിക്കരുത്. അതൊക്കെ നമ്മൾ എവിടെ പോയി പറയും? പള്ളിയിൽ പോയി പറയും. നമുക്ക് സ്വീകാര്യമായ അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പള്ളിയിലാണ്. അത് പുള്ളി അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യം, പുള്ളിയുടെ കുറേ പ്രസംഗങ്ങളാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ പുള്ളി പറയുന്നുണ്ട്, ഈ ചന്ദ്രനിൽ ചെന്നിട്ട് ഇതേ കണക്ക് ഒരു വസ്തു, ഒരു എക്യുപ്മെന്റ് ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു കുതിരയുടെ ഒരു ലാടം ഒരു മരുഭൂമിയിൽ കാണുന്നു. ഇപ്പൊ കുതിരയുടെ ലാടം കാണുമ്പോൾ ഒരാൾ, നിങ്ങളൊരു എത്തീസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയും, രഞ്ജിത്താണെങ്കിൽ പറയും, കുതിരയുടെ ലാടം ഇതിവിടെ തനിയെ വന്നതായിരിക്കാം, ഇത് ഇവിടെ ഈ മരുഭൂമി ഉണ്ടാക്കിയതായിരിക്കും എന്ന് കരുതി രഞ്ജിത്ത് വീട്ടിൽ പോകുന്നതാണ് ഈ ക്രൈഗ് പറയുന്നത്. അല്ലെങ്കിൽ ചന്ദ്രനിൽ ചെന്നിട്ട് ഇതേ കണക്കുള്ള ഈ വസ്തുക്കളുടെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തീസ്റ്റുകൾ എന്താ വിചാരിക്കും? അവിടെ ബൈ ലക്ക് ബൈ ചാൻസ് അവിടെ വന്നു, അതിനകത്തെന്തോ ചോദിക്കാൻ എന്ന് പറഞ്ഞ് എത്തീസ്റ്റുകൾ വീട്ടിൽ പോകും. ഞങ്ങൾ അങ്ങനെ പോവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഈ കുതിരയുടെ ലാടം മരുഭൂമിയിൽ കണ്ടാലോ, ഈ ചന്ദ്രനിൽ കുറെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾ കണ്ടു കഴിഞ്ഞാലോ അതിന്റെ പിന്നിലൊരു ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് വിശ്വാസികൾ. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മനുഷ്യനിർമ്മിത വസ്തുക്കൾ, പ്രാപഞ്ചിക വസ്തുക്കൾ എന്നുള്ള വളരെ സാമാന്യമായിട്ടുള്ള ഒരു LKG ഡിവിഷൻ പോലും പരിഗണിക്കാതെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഈ പ്രാപഞ്ചിക വസ്തുക്കൾ എന്ന് പറയുന്നത്? മനുഷ്യൻ വന്നിട്ട് 2 ലക്ഷം വർഷമായിട്ടുള്ളൂ. അപ്പൊ മനുഷ്യനിർമ്മിത വസ്തുക്കളെല്ലാം വന്നത് ഈ 2 ലക്ഷം വർഷത്തിന് ശേഷമാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 13.8 കോടി വർഷമാണ്, ബില്യൺ. ഇപ്പൊ 13.8 ബില്യൺ വർഷം, അത് 1380 കോടി വർഷത്തിന് മുന്നേ ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് പ്രപഞ്ചത്തിൽ ഓരോന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്കിന് എടുക്കുക, ഏറ്റവും കൂടുതൽ തെളിവുള്ള സാധനമാണല്ലോ ആ വികാസം. ആ വികാസത്തിന്റെ പിന്നിൽ ആരാണുള്ളത്? ഏത് ഇന്റലിജന്റ് ബീയിങ് ആണുള്ളത്? ഇന്റലിജന്റ് ബീയിങ്ങുകളുണ്ടോന്ന് ചേടാ, ഈ ദ്രവ്യാവസ്ഥയിൽ പോലും ആയിട്ടില്ല, അറ്റോമിക് മാറ്റർ പോലും ആയിട്ടില്ല. ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എന്താണ് ഇന്റലിജന്റ് ബീയിങ് ആയിട്ടുള്ളത്?